വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഞാൻ എന്നുള്ളത് പനമണ്ണ പത്തായത്തിലാണ് കേട്ടോ. വീരനൗലിയ അവരുടെ പത്തായാണ് കേട്ടത്. ഇവിടെയാണ് ആൾക്കാരൊക്കെ ഇവിടെ എല്ലാ ഞായറാഴ്ചയും ഉള്ളത്. അപ്പോൾ നാളെ മദ്രസയൊക്കെ തുറക്കല് വെച്ചിട്ട് നമ്മൾ പത്തായം ഇവിടെ പാവാൻ്റെ വടിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കാണാൻ വെച്ചിട്ട് വന്നതാണ് കേട്ടോ. ഇവിടെയാണ് കൊടിയേറ്റി കെട്ടുണ്ടാവുക കേട്ടോ. ഇത് 3-ാം തീയതിയാണ് ഇട്ടുണ്ടാവുക. ഇവിടെയാണ് കൊടിയേറ്റി കെട്ടിലുണ്ടാവുക. റോഡ് പണിയൊക്കെ നടക്കുന്നതുകൊണ്ട് ഭയങ്കര ശബ്ദശല്യമാണ് കേട്ടോ. നമുക്ക് ഉണ്ടാവുക ഇവിടെ അന്നദാനമൊക്കെ ഉണ്ടാവും. ഇവിടെയാണ് വെക്കാറ്. അപ്പോൾ മരണപ്പെട്ടത് അമ്പംകുന്നത്താണ് കേട്ടോ, മറവ് പെട്ടത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ നേർച്ചയാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് പ്രത്യേകതകളുണ്ട് കേട്ടോ. നമുക്ക് എന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വന്ന് പ്രാർത്ഥിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ പ്രയാസങ്ങൾ ഇവിടെ പ്രാർത്ഥന ഉണ്ടാകും. എല്ലാ ഞായറാഴ്ചയുടെ പ്രാർത്ഥനയും മജ്‌ലിസ് നൂറൊക്കെ ഉണ്ടാകും കേട്ടോ. അപ്പോൾ നമ്മളിതിലൊക്കെ വന്ന് പങ്കെടുത്താൽ നമുക്ക് എല്ലാവർക്കും നല്ലതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും 3, 4, 5 നേർച്ചയാണ്. അപ്പോൾ വരാൻ കഴിയുന്നവരൊക്കെ വരിക, വന്ന് നമ്മൾ ഇതിൽ പങ്കെടുക്കുക കേട്ടോ. അന്നദാനം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പ്രത്യേകത കേട്ടോ. 3 ദിവസം ഇവിടെ അന്നദാനം തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് പത്തായത്തിൻ്റെ ഉള്ളിൽ കയറാം കേട്ടോ. പ്രാർത്ഥിക്കുക. അതിൻ്റെ ഉള്ളിൽ പോയി അതിൻ്റെ ഉള്ളിൽ ഒരു പത്തായി അവൻ്റെ വടിയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മളിനി ശല്യം ഉണ്ടാച്ചിട്ടാണ് ഞാൻ അവിടെ പോയിട്ടൊന്നും പറയാനത് കേട്ടോ. അപ്പോൾ പത്തായം ഇപ്പോൾ അവർ തുറന്നു എന്നാട്ടോ പറഞ്ഞാൽ. അതിൽ ഒരുപാട് പൈസ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് പോവാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ പാവൻ്റെ പത്തായ കേട്ടോ. ഇതിലാണ് എല്ലാവരും പൈസയൊക്കെ ഇടാറ്. ഇതാണ് പാവ കുടിച്ചിരുന്ന വടിയാണ് കേട്ടത്. ഇതാണ് നമ്മുടെ പത്തായ കേട്ടോ. ഇവിടുന്ന് വീട്ടിൽ ചീരണിയാണ് കേട്ടോ. ഒരു വീടാണ് കേട്ടോ. ഈ വീട്ടിലാണ് അപ്പോൾ ഈ പത്തായൊക്കെ ഉള്ളത് കേട്ടോ. പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ജാതി മത ഭേദമില്ലാണ്ട് എല്ലാ ജനങ്ങളും നല്ല ഒത്തൊരുമയിൽ എന്നേ വരെ ഇത് ഇവിടെ കഴിഞ്ഞു പോണതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം. അപ്പോൾ തീർച്ചയായിട്ടും ഇതവിടെ ലൈറ്റും ഇതൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ റോഡ് പണി ഇവിടെ നടക്കുകയാണ്, തകൃതിയായിട്ട് നടക്കുകയാണ് കേട്ടോ. അവിടെ ലൈറ്റ് ഇട്ടിട്ടില്ല കേട്ടോ ഗൈസ്. ലൈറ്റ് ഇട്ട് നമുക്ക് ആ വീഡിയോ കാണാമായിരുന്നു.